ഹായ്, വെൽക്കം ടു ലിഷോറ. ഇന്നത്തെ വീഡിയോ 100% ഓർഗാനിക് വെജിറ്റബിൾസ് ഉപയോഗിച്ച് അത് പറിച്ച് കൊണ്ടുവന്ന് അതുകൊണ്ട് നല്ല ക്വിക്ക് ആൻഡ് ഈസി ഒരു ബീൻ സ്റ്റെയർ ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. കാരണം ഇത് നട്ടു വളർത്തിയതും പറിച്ചെടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും എൻ്റെ അതർ ഹാഫ് തന്നെയാണ്. അപ്പം നമുക്ക് പോയി ഗാർഡനിൽ പോയി കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ പറിച്ചു കൊണ്ടുവരാം. അപ്പം ആദ്യം ബീൻസ് പറിക്കാം. ഇപ്രാവശ്യം ബീൻസ് കുറവാണ്, കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമ്മൾക്കധികം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നല്ല വെയിലും ചൂടുമാണ്, അപ്പോൾ അതിൻ്റെയും വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ച് ബീൻസ് പറിച്ചെടുക്കാം. കൊള്ളാലോ, നമുക്ക് കുറച്ച് ബീൻസ് കിട്ടി. അത് മതി, നമുക്കതും കൊണ്ട് ചെയ്യാം. ഇനി കരിയാപ്പില വേണ്ടേ? ഇതാ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നിന്ന് തന്നെ പറിക്കുന്ന കരിയാപ്പില ഉപയോഗിക്കാം. അത് എൻ്റെ ഹസ്ബൻഡ് കുട്ടികളെപ്പോലെ നോക്കി വളർത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ കുറച്ച് ചില്ലിയും ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി ഗാർലിക് വേണ്ടേ? അപ്പോൾ കുറച്ച് ഗാർലിക്കും പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല കുറച്ച് വൈറ്റ് ഓണിയൻസും. ഇതെല്ലാം ഫ്രഷായിട്ട് നമ്മൾ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്ന് വച്ചിരിക്കുന്നതാണ്. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കുക്ക് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെക്കണം. ഓക്കെ, ഇപ്പോൾ കുക്കിങ്ങിന് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളുമായി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇതാ നമ്മുടെ കുക്കിംഗ് തുടങ്ങി. എല്ലാവരും നോക്കിക്കോ കേട്ടോ. ഓക്കെ, മസ്റ്റാർഡൊക്കെ ഇട്ടു. ഗാർലിക് ഇടാൻ പോകുന്നു. കറിയിൽ ചില്ലി. ഓ മൈ ഗോഡ്, എന്താ സംഭവിക്കുന്നത്? നോക്കിക്ക്, എന്താ ബിസി. ഓക്കെ, എല്ലാം ഒന്ന് ഇളക്കി കടപടാന്ന് ഇളക്കി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് പയറിട്ട് ഒണിയനും ഇട്ട് എത്ര സ്പീഡിൽ, എന്താ ഭംഗിയുള്ള സ്റ്റെയർ ഫ്രൈ റെഡിയായില്ലേ. എല്ലാം ഗാർഡനിൽ നിന്ന് ഉപയോഗിച്ചത് തന്നെ. ഉപ്പും മഞ്ഞളും ഓയിലും മാത്രം നമ്മുടേതല്ല. എന്ത് ഭംഗിയുള്ള സ്റ്റെയർ ഫ്രൈ റെഡിയായി നോക്കൂ. യമി യമി.